നമസ്കാരം. ദേശീയ സുരക്ഷയും നിരീക്ഷണ ശേഷിയും ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ നീക്കം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് മാലദ്വീപിൽ നിന്ന് പുറത്തുവരുന്നത്. 2023 നവംബറിൽ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തുർക്കിയെ തന്റെ ആദ്യത്തെ വിദേശ സന്ദർശന കേന്ദ്രമാക്കി മാറ്റിയിരുന്നു. അവിടെ അദ്ദേഹം വിവിധ സൈനിക ഉപകരണങ്ങൾ പരിശോധിക്കുകയും സൈനിക ഡ്രോണുകൾ സ്വന്തമാക്കാൻ ഒരു തുർക്കി കമ്പനിയുമായി കരാർ ഉണ്ടാക്കുകയും ചെയ്തു. കരാറിന്റെ പ്രത്യേക വിശദാംശങ്ങൾ മാലദ്വീപ് സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും മാലദ്വീപ് സായുധ സേനയുടെ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 6 TB2 ആളില്ലാ യുദ്ധവിമാനങ്ങൾ എന്നിവയ്ക്കൊപ്പം ഒരു കമാൻഡ് കൺട്രോൾ സ്റ്റേഷന്റെ വിതരണവും കരാറിൽ ഉൾപ്പെടുന്നുവെന്ന് തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സംരംഭത്തിന് അനുസൃതമായി ഈ തുർക്കി ഡ്രോണുകളുടെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കാൻ നൂനു അറ്റോൾ മഫാരുവിൽ ഒരു ഡ്രോൺ ബേസ് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് മാലദ്വീപിന്റെ സമുദ്ര പ്രദേശങ്ങളിൽ ഫലപ്രദമായ നിരീക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. പത്ര റിപ്പോർട്ട് കണക്കനുസരിച്ച് മാർച്ച് 3 ഡെലിവറി ചെയ്ത ഈ ഡ്രോണുകൾ നിലവിൽ നൂനു അറ്റോളിലെ മാഫറു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്ന ഒരു ചിത്രം നിയുക്ത സൈറ്റിലെ തുർക്കിഷ് ഡ്രോണുകളുടെ സാന്നിധ്യം കൂടുതൽ സാധൂകരിക്കുന്നുണ്ട്. ഇത് മാലദ്വീപ് സൈനിക ആയുധശേഖരത്തിലേക്കുള്ള ഈ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലിന്റെ പ്രവർത്തന സന്നദ്ധതയെ സൂചിപ്പിക്കുന്നു. ചൈനീസ് അനുകൂല നിലപാടുകൾക്ക് പേരുകേട്ട പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഈ വർഷം ആദ്യം തന്റെ ചൈന സന്ദർശന വേളയിൽ നിരീക്ഷണ ഡ്രോണുകൾ ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് സൂചന നൽകിയിരുന്നു. അതേസമയം മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസിലെ സീനിയർ ഫെലോ മേജർ ജനറൽ സന്ദീപ് സിംഗ് ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മാലദ്വീപിൽ അടുത്തിടെ തുർക്കിഷ് ബൈരക്തർ TB2 ഡ്രോണുകൾ വിന്യസിച്ചതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് എഴുതി. മാലദ്വീപും തുർക്കിയും തമ്മിലുള്ള TB2 ഇടപാടിന്റെ മൂല്യം $37 മില്യൺ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു യൂണിറ്റിന്റെ വില ഏകദേശം 5 മില്യൺ ആണ്. ഈ ഡ്രോണുകൾ വാങ്ങാനുള്ള കാരണമായി പറയുന്നത് മാലദ്വീപിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന്റെ 9 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ പട്രോളിംഗ് ആണ്. മേജർ ജനറൽ സിംഗ് വിശദീകരിക്കുന്നത് മാലദ്വീപ് 26 അറ്റോളുകൾ ഉൾക്കൊള്ളുന്നതാണ്. ഏകദേശം വടക്ക് മുതൽ തെക്കുവരെ 820 കിലോമീറ്റർ ദൂരത്തേക്ക് വ്യാപിക്കുന്നുണ്ട്. കിഴക്ക് പടിഞ്ഞാറ് പരിധി വളരെ ഇടുങ്ങിയതാണ്, പരമാവധി 130 കിലോമീറ്റർ. മാലദ്വീപിൽ 5 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. എന്നാൽ 2 പ്രധാന വിമാനത്താവളങ്ങൾ മധ്യഭാഗത്ത് മാലിയും വടക്ക് നൂനു അറ്റോളിലെ മഫാരുവുമാണ്. ഇന്ത്യയിലെ മിനിക്കോയ് ദ്വീപുകൾ മഫാരു വിമാനത്താവളത്തിൽ നിന്ന് വടക്കോട്ട് 275 കിലോമീറ്റർ അകലെയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം 550 കിലോമീറ്റർ മുതൽ 495 കിലോമീറ്റർ വരെയാണ്. മാലദ്വീപിലെ 26 അറ്റോളുകളിലായി 17 എയർ സ്ട്രിപ്പുകൾ ദ്വീപ് ശൃംഖലയിലുടനീളം ഉണ്ടെന്നത് ശ്രദ്ധേയമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 820 × 130 കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപ് ശൃംഖലയുടെ മുഴുവൻ വിസ്തൃതിയും എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് TB2 ഡ്രോണുകൾ വടക്കൻ മേഖലയിൽ നിലയുറപ്പിച്ചതെന്ന ചോദ്യം സിംഗ് ഉന്നയിച്ചു. വടക്കൻ അറ്റോളുകളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മിനിക്കോയ് ദ്വീപുകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഹോറാഫുഷി, ഹനിമാദു അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ പ്രധാന എയർ സ്ട്രിപ്പുകളുടെ സാന്നിധ്യം കണക്കിലെടുക്കുമ്പോൾ തന്ത്രപരമായ യുക്തി വ്യക്തമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 300 കിലോമീറ്റർ ആശയവിനിമയ പരിധിയിൽ ഈ എയർഫീൽഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള TB2 ഡ്രോണുകൾക്ക് വടക്കൻ മാലദ്വീപിലെ അറ്റോളുകളിൽ നിന്ന് മിനിക്കോയിയെ വേർതിരിക്കുന്ന ചാനൽ ഉൾപ്പെടെ നിർണായകമായ കടൽപാതകളെ ഫലപ്രദമായി നിരീക്ഷിക്കാൻ കഴിയും. സിംഗ് പറയുന്നതനുസരിച്ച് ഈ കഴിവ് പടിഞ്ഞാറൻ തീരത്തെ ഇന്ത്യൻ നാവിക നീക്കങ്ങളെയും മേഖലയിലെ വ്യോമ ഗതാഗതത്തെയും നിരീക്ഷിക്കാൻ പ്രാപ്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മിനിക്കോയ് ദ്വീപുകളിൽ INS ജഡായു നാവികതാവളം എന്ന ഇന്ത്യയുടെ പ്രഖ്യാപനത്തോടെ. മാലദ്വീപ് സർക്കാരുമായുള്ള മുൻകാല കരാറുകളുടെ അടിസ്ഥാനത്തിൽ TB2 ഡ്രോണുകൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യമായ പാകിസ്ഥാനുമായി സംയുക്ത പട്രോളിങ്ങിനുള്ള സാധ്യത പരിഗണിക്കാമെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. മാലദ്വീപിൽ ചൈന അനുകൂല ഭരണകൂടം അധികാരത്തിലിരിക്കുകയും
തുർക്കിയും ചൈനയും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രതിരോധ ആസൂത്രകർ ഈ മേഖലയിൽ TB2 ഡ്രോൺ വിന്യാസത്തിന്റെ പ്രത്യാഘാതങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രതിരോധ വിദഗ്ധർ ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നത് ഇന്ത്യയെ നിരീക്ഷിക്കാനാണോ മാലദ്വീപ് ഡ്രോണുകൾ വാങ്ങിയത് എന്നാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.